ഏത് പോകാത്ത കറായാലും ഇത് തേച്ച് കഴിഞ്ഞാൽ എന്തായാലും പോകും, ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ട പുളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ചില നാട്ടിൽ ഇരുമ്പാമ്പുളി എന്ന് പറയും, ചിലയിടത്ത് ഓർക്കാപ്പുളി എന്ന് പറയും. അപ്പോൾ ഏത് പുളിയായാലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പോകാത്ത കറായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് നമുക്ക് ഒഴിവാക്കി കളയാം. നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ പൊടിപ്പ് ഇട്ട് കൊടുത്താലും മതി. സാധനം നമ്മളത് അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊരു അരിപ്പയിലേക്ക് ആക്കിയിട്ട് അരിച്ചിടുക നമുക്ക്. നമ്മൾ ഈ അരിച്ചെടുത്ത് ചണ്ടി കളയണമെന്നില്ല. കാരണം എന്ത് ചെയ്യുക, അത് അടുത്ത ട്രിപ്പിൽ നമുക്ക് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ അടുത്തുള്ള പുളി അടിച്ചെടുത്തിട്ട് മൊത്തം കിട്ടിയതാണ് നമുക്കത്. നിങ്ങൾക്ക് എത്ര കൂടുതൽ വേണ്ടത് അതിനനുസരിച്ച് പുളി കൂടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പുളി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ഒരു പാത്രത്തേക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് കുറേ അടിച്ച് കിട്ടിയതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വലിയ പാത്രം എടുക്കണതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മളൊരു സാധനങ്ങൾ ഇടുമ്പോൾ കൂടുതൽ ഇത് പൊന്തി വരും. അപ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ പാത്രം എടുക്കാൻ ഏറ്റവും നല്ലത്. നമുക്കിനി തീ കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ ചൂടിൽ വെച്ചാൽ മതി, കൂടുതൽ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തിളക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ചൂട് കിട്ടിയാൽ മതി. നമുക്ക് അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തീ ഒന്ന് ഓഫാക്കി കൊടുക്കുക.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് സുർക്കയാണ്. അപ്പോൾ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡയാണ്, അതായത് അപ്പക്കാരം. അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് ഇടുമ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ പൊന്തി വരും. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിത് ഇളക്കി റെഡി ആയപ്പോൾ നല്ല പൊന്തി വന്നിക്കണം. ഇനി എന്ത് ചെയ്യണം, ഇതൊന്ന് താവും വരെ ഒന്ന് കാത്തു നിൽക്കണം, ചൂടൊന്ന് ആറിക്കോട്ടെ. ചൂടൊക്കെ ഒന്ന് ആറിയിക്കണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഷാമ്പു ഒഴിച്ചു കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ സ്മെല്ലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് പത വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് വേറെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കഴുകാനുള്ള പാത്രം എടുക്കാം. ഇത് കുറേ കാലമായിട്ട് ഇതിൽ അടിയിൽ കരി പിടിച്ചിട്ട് പോവാത്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. നമുക്കതൊരു തുണിയിട്ടൊന്ന് വരുത്തി കൊടുക്കാം. തീരെ വരുന്നില്ല, കാരണം കുറേ കാലമായിട്ട് ഇതിന്മേൽ പിടിച്ച് നിൽക്കണതാണ്. അപ്പോൾ ഈ കറൊക്കെ ഒന്ന് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒഴിച്ച ലിക്വിഡ് ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് കുറച്ച് ടൈം പിടിക്കും. ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. നമ്മൾ 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വെറുതെപ്പോൾ കുറേയൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കറ ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കിട്ടാനുള്ളത് സാധ്യത കൂടുതലാണ്. ഒരുപാടൊക്കെ കിട്ടിയിരിക്കുന്നത്, കാരണം ഇതിനും കൂടുതലുണ്ടായിന് ആദ്യത്തിൽ. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യുക, ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ചെയ്യുക. അപ്പോൾ പാത്രങ്ങൾ മാത്രമല്ല, നമ്മൾ ആദ്യം കണ്ടിന രൂപങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിനി വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്.